നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രഹ്മമുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചില സംശയങ്ങൾക്കുള്ള മറുപടിയും അതോടൊപ്പം തന്നെ ഒരു അമ്മയുടെ ജീവിതത്തിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഉണ്ടാക്കിയ ഒരു അത്ഭുതത്തെക്കുറിച്ചുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കുറേ പേർക്ക് ഇപ്പോഴും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ട്. ഒരു ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, രാവിലെ തന്നെ ഞാനാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. അപ്പോൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സ് എപ്പോഴും അതിലേക്ക് അർപ്പിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വിചാരിച്ചത്ര പെർഫെക്റ്റായിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. എന്നിരുന്നാലും ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് എടുക്കുന്ന ചിരാതിലേക്ക് ആദ്യം എണ്ണയൊഴിച്ച ശേഷമാണോ തിരിയിടേണ്ടത്, അല്ലെങ്കിൽ തിരിയിട്ട ശേഷമാണോ എണ്ണയൊഴിക്കേണ്ടത് എന്നൊരു സംശയം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രമല്ല, നമ്മൾ നിലവിളക്കിലായാലും ആദ്യം എണ്ണയൊഴിച്ച ശേഷം വേണം തിരി ഇടാനായിട്ട്. എണ്ണയൊഴിച്ച് ആ എണ്ണയിലേക്ക് തിരി മുക്കി പിഴിഞ്ഞെടുത്താണ് നമ്മൾ തിരി ഇടേണ്ടത്. വിളക്കിൽ എണ്ണയൊഴിക്കുന്നതിന് മുന്നേ ഒരു കാരണവശാലും തിരിയിട്ട് വയ്ക്കാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ആ ഒരു ശീലം ഒന്ന് മാറ്റിക്കോളൂ കേട്ടോ. നമ്മുടെ വീട്ടിലെ നിലവിളക്കായിക്കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ തിരിയിട്ട ശേഷം എണ്ണയൊഴിക്കുന്ന ശീലം നന്നല്ല. ഇപ്പോഴും പലർക്കും സംശയമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് താനേ അണയണോ അല്ലെങ്കിൽ നമ്മൾ അണയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏതൊരു വിളക്കായാലും ഒരു കാരണവശാലും കരിന്തിരി കത്താൻ പാടില്ല. അത് നമുക്ക് ദുസ്സൂചനയാണ് തരുന്നത്. വീട്ടിൽ നിലവിളക്കായാലും കരിന്തിരി കത്തുക എന്ന് പറയുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ ഏതൊരു വിളക്ക് തന്നെ ആയാലും അണയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിളക്ക് തെളിയിക്കുന്നതിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ വിളക്ക് അണയ്ക്കുന്ന കാര്യത്തിനും നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും വച്ചതിന് ശേഷം ഏത് സമയത്തും നിങ്ങൾക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ്. അതിന് ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ വിളക്ക് അണയ്ക്കണമെന്നില്ല. ബ്രഹ്മമുഹൂർത്തത്തിനുള്ളിലായിട്ട് വിളക്ക് തെളിയിച്ച് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും മിനിമം വെച്ച് അണയ്ക്കാവുന്നതാണ്. പിന്നെ ചിലർക്കുണ്ടായിട്ടുള്ള സംശയം, അങ്ങനെ നമ്മൾ അണയ്ക്കുന്ന സമയത്ത് അതിൽ ഓയിൽ ബാക്കി വരുമല്ലോ, ആ ഓയിൽ വീണ്ടും ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മൾ ഒരു തവണ ഉപയോഗിച്ച ഓയിൽ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വിളക്കിലെ എണ്ണ തീരാറാവുന്നത് വരെ അത് കത്തിക്കോട്ടെ. ആ തീരാറാവുന്ന സമയത്ത് അത് അണയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേസ്റ്റായി പോവില്ലല്ലോ അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ വിളക്കിൽ എണ്ണ ഒഴിക്കുന്ന സമയത്തും നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് ആ ഒരു 30 മിനിറ്റ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാവും. അടുത്ത ഒരു സംശയം, ഈ കത്തിച്ച് തീർന്നിട്ടുള്ള തിരികൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ മണ്ണിനടിയിൽ കുഴിച്ചിടാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം, പൊട്ടിപ്പോവാത്ത പോലത്തെ ഒരു പാത്രം, തീയിടാൻ സാധിക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാക്കി വന്നിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഈ തിരിയും ഒക്കെ ഇട്ട് കൊടുത്ത് അതിലേക്കൊരു കർപ്പൂരം വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഉണക്ക തേങ്ങയുടെ കഷ്ണവും കൂടി ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ നല്ലൊരു സുഗന്ധമായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്തോളൂ. വിളക്കുതിരി അങ്ങനെ ഒരു പാത്രത്തിലിട്ട് ഒരു കർപ്പൂരവും ഒരല്പം തേങ്ങാപ്പൂളും ഇട്ടുകൊണ്ട് കത്തിക്കുക. ഇനി അതിന് സാധിക്കാത്തവർ ഈ പറഞ്ഞതുപോലെ മണ്ണിൽ കുഴിച്ചിട്ടോളൂ. ഇനി അടുത്ത സംശയം, ചിരാത് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് തിരിയിടണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിളക്കും കൊളുത്താമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ തിരി എങ്ങനെയാണ് ഇടേണ്ടത് എന്നാണ്.
നിലവിളക്കാണ് നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്കായിട്ട് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ 5 തിരിയിട്ടാണ് തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഭദ്രദീപമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഭദ്രദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ എല്ലാവർക്കും സാധിക്കാത്തത് കൊണ്ടാവണം നോർമൽ ഡേയ്സിലൊക്കെ എല്ലാവരും 2 തിരിയിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത്. 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ 1 തിരി കിഴക്കോട്ടും 1 തിരി പടിഞ്ഞാറോട്ടും 1 തിരി തെക്കോട്ടും 1 തിരി വടക്കോട്ടും 5ാമത്തെ തിരി വടക്ക് കിഴക്ക് അഭിമുഖമായിട്ടുമാണ് ഇടുന്നത്. അതുപോലെ തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കായിട്ട് നിങ്ങൾ നിലവിളക്കാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് തിരിയിടേണ്ടത്. ഇനി തിരി തെളിയിക്കുന്ന സമയത്ത് നമ്മൾ മൺചിരാതാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ തിരികളും കിഴക്കോട്ടാണല്ലോ വയ്ക്കുന്നത്, കിഴക്ക് അഭിമുഖമായിട്ടാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് തിരി ആദ്യം കൊളുത്തിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ നിലവിളക്കാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിഴക്ക് അഭിമുഖമായിട്ട് വരുന്ന തിരി ആദ്യം കൊളുത്താനായിട്ട് ശ്രദ്ധിക്കുക. ആഗ്രഹ സാഫല്യത്തിനായിട്ട് 21 ദിവസവും 48 ദിവസവും ഒക്കെ പ്രാർത്ഥിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നവർ ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ജീവിതാവസാനം വരെ കൊളുത്താൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ശക്തിയെയാണിത് കാണിക്കുന്നത്. ഇനി അടുത്ത ചിലരുടെ സംശയം, ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാമോ, ബ്രഹ്മചര്യം പാലിക്കണോ എന്നൊക്കെയുള്ളതാണ്. നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് പാലിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങൾ തന്നെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിനും പാലിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് നിങ്ങൾ നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല. ഇനി ഒരു അമ്മയുടെ കഥ പറയാം. ബ്രഹ്മമുഹൂർത്ത വിളക്കിൽ വിശ്വസിച്ചുകൊണ്ട് തെളിയിച്ച് ആ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ കഥയാണ്. ഈ അമ്മയ്ക്ക് ഒരു മകളാണുള്ളത്. മകൾക്ക് 27 വയസ്സായി. അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ മകൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ജോലി നാട്ടിലുണ്ട്. അപ്പോൾ 27 വയസ്സായിട്ടും മകളുടെ കല്യാണമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ജാതകത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം തന്നെ വരുന്ന ആലോചനകളൊക്കെയും തന്നെ ജാതകത്തിൻ്റെ ചേർച്ചയില്ലായ്മ കാരണം മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അമ്മയുടെ സുഹൃത്തുക്കളുടെ മക്കളുടെയൊക്കെ വിവാഹം നടന്നു കഴിഞ്ഞു. ഇവർ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ ഈ ഒരു പ്രായത്തിലുള്ള ഈ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളും പലരുടെ ഭാഗത്തു നിന്നും വരുന്നത് സ്വാഭാവികമാണ് അല്ലേ? നമുക്കും അറിയാം, ഒരു പ്രായം കഴിഞ്ഞ് പെൺകുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പലരുടെ ഭാഗത്തു നിന്നും ചോദ്യത്തിന്, പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് വീണ്ടും കുത്തിച്ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും സമൂഹത്തിൽ. ഈ അമ്മ പറയുന്നുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വഴിപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടൊന്നും തന്നെ അതിനൊരു ഫലം കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് അമ്മ അറിയാനിടയായത്. അങ്ങനെ മകളുടെ കല്യാണം നടക്കാനായിട്ടാണ് അമ്മ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയത്. മനസ്സിൽ എപ്പോഴും സങ്കടം കൊണ്ടു നടന്ന അച്ഛനും അമ്മയും ആയിരുന്നു. കാരണം മകളുടെ വിവാഹം നടക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷമം, ഈ ഒരു അവസ്ഥ നേരിടുന്ന ആൾക്കാർക്കറിയാം അതെത്രമാത്രമാണ് എന്നുള്ളത്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങിയപ്പോൾ ആ അമ്മ തന്നെ പറയുന്നു, എന്തോ മനസ്സിലൊരു പോസിറ്റീവായിട്ടുള്ള ഫീല്, വിവാഹം നടക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേട്ട് വിഷമിക്കേണ്ട എന്നുള്ള ഒരു ധൈര്യം വന്നതുപോലെ എന്ന് പറയുകയുണ്ടായി. 12ാമത്തെ ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചതിന് ശേഷമാണ് അമ്മയ്ക്ക് അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വരുന്നത്. അവർ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ജാതകം നോക്കി ചേരുകയാണെങ്കിൽ മാത്രം വന്ന് കണ്ടാൽ മതിയല്ലോ എന്ന് അവർ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ അമ്മ മകളുടെ ജാതകം അവർക്ക് അയച്ചു കൊടുക്കുകയും വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ഫലമാണ് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഈ അമ്മ തന്നെ പറയുന്നുണ്ട്, പലരും ഇങ്ങനെ വന്ന് കണ്ടു പോകുന്നത് കൊണ്ട് ഇനി ജാതകം ശരിയാവുന്ന ആൾക്കാർ മാത്രം വന്ന് കണ്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അവർ. ചുമ്മാ എല്ലാവരും ഇങ്ങനെ വന്ന് കണ്ടു പോകുന്ന സമയത്ത് ആ കുട്ടിക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ആ പയ്യൻ്റെ ജാതകം ഇവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അമ്മ ആ ജാതകവും എടുത്തിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ജാതകം തമ്മിൽ ചേരും എന്നുള്ള കാര്യം മനസ്സിലാക്കി. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ആ അമ്മ അന്നിരുന്നത്. വൈകുന്നേരത്തോടു കൂടി തന്നെ അവരുടെ ഭാഗത്തു നിന്നും കോൾ വരുന്നു, ഞായറാഴ്ച അങ്ങോട്ടേക്ക് വരാം, ജാതകം ഒത്തു എന്നുള്ള കാര്യമാണ് അവരും അറിയിച്ചത്. ഒരുപാട് പ്രാർത്ഥനയോടെ തന്നെയാണ് അമ്മ വീണ്ടും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചത്.
ഞായറാഴ്ചയായി അവർ വന്ന് കുട്ടിയെ കണ്ടിട്ട് പോയി. അവർക്കും താല്പര്യമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയുണ്ടായി. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെയും ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ പിന്നെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ പെണ്ണിൻ്റെ വീട്ടുകാർ പയ്യൻ്റെ വീട്ടിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഈ അമ്മയുടെ ഏട്ടന്മാരും അനിയന്മാരും അതുപോലെ തന്നെ കുറച്ച് റിലേറ്റീവ്സും എല്ലാവരും കൂടെ ഞായറാഴ്ചയായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞു. അതിലൊക്കെ ചെക്കൻ വളരെ നല്ല പയ്യനാണ് എന്നുള്ളത് എല്ലാവരും പറയുകയുണ്ടായി. എന്നാൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെ അവരുടെ ഭാഗത്തു നിന്നും ഒരു കോൾ വരികയും അവർക്ക് ഈ ഒരു റിലേഷനിൽ താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും തകർന്നു പോയൊരു നിമിഷമായിരുന്നു അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഓക്കെ ആയി എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന സമയത്താണ് അവർ ഒരു റീസണും പറയാതെ താല്പര്യമില്ല എന്നുള്ള ഒറ്റ വാക്കിൽ കാര്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഈ അമ്മക്കത് ഭയങ്കരമായിട്ട് ഫീലായി. മകളാണ് അമ്മയെ ആശ്വസിപ്പിക്കുന്നത്. ഒരുപാട് ആലോചനകൾ വന്ന് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിലൊന്നു മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ പറഞ്ഞു. നമ്മൾ പോകാൻ നിൽക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ അവർ വേണ്ടാന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. എൻഗേജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അല്ല അതിൻ്റെ മുന്നിലേക്കായിട്ട് ഒരു ഡിസിഷനും എടുത്തിട്ടില്ല. നോർമലി ഒരു പ്രപ്പോസൽ വന്നതുപോലെ മാത്രം കണ്ടാൽ മതി. ഇതിനെ മറ്റൊരു രീതിയിൽ എടുക്കണ്ട എന്നുള്ളത് മകൾ പറഞ്ഞെങ്കിലും ഈ അമ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് 27 വയസ്സായി, ഇനിയും കല്യാണം നടന്നില്ല. ഇപ്പം അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഈ അമ്മ പറഞ്ഞു ഇങ്ങനെ ശരിയായി എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന്. പെട്ടെന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ടെൻഷൻ തന്നെയാണ്. കാരണം ഇത് മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ കാരണം വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കാത്തൊരു ഘട്ടത്തിൽ തൻ്റെ മകളെയാണ് ഇത് ബാധിക്കുക എന്നുള്ളൊരു ടെൻഷൻ ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. വളരെ വിഷമത്തിലാണെങ്കിലും അമ്മ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ അമ്മ പറയുന്നുണ്ട്, എന്തോ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ മനസ്സിലേക്ക് വന്നതുപോലെ, അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ദിവസവും ഞാൻ തരണം ചെയ്തത്. വീണ്ടും പ്രാർത്ഥനയോടുകൂടി തന്നെ ഒട്ടും സംശയിക്കാതെ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു. 2 ദിവസമായപ്പോഴാണ് ആ അമ്മയ്ക്ക് മനസ്സിലായത് തൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആ വീട്ടിലെ കുട്ടി 24 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവരുടെ ഈ ഒരു പ്രപ്പോസൽ വേണ്ട എന്ന് വെച്ചതും ആ കുട്ടിയെയാണ് ഇവരുടെ മോളെ കാണാൻ വന്നിരിക്കുന്ന പയ്യൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും. പയ്യന് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നത് കൊണ്ടാവാം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടും തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാർ ഇതൊന്നും ഇവരോട് പറയാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുകയായിരുന്നു. ആ അമ്മ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചുകൊണ്ടേയിരുന്നു. 35 ദിവസമായപ്പോഴേക്കും വീണ്ടും പുതിയൊരു പ്രപ്പോസൽ വന്നു. മകളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന നല്ലൊരു പയ്യനെയാണ് മകൾക്ക് വരനായിട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെയായി. എൻഗേജ്മെൻ്റാണ് അടുത്ത ആഴ്ച. വളരെ നല്ലൊരു ബന്ധം തന്നെ കിട്ടി. അതിനേക്കാളുപരി ആ അമ്മയ്ക്കുള്ള സന്തോഷം തൻ്റെ മകളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഈ മുന്നേ വന്ന ആ ഒരു പ്രപ്പോസൽ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വീട്ടിലുള്ള കുട്ടിയുമായിട്ട് അവരുടെ വിവാഹം ഉറപ്പിക്കുകയുണ്ടായി. ആ പെൺകുട്ടിയും പയ്യനും പുറത്തേക്കൊക്കെ പോവുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ആ പയ്യന് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഡ്രഗ് അഡിക്റ്റാണ് ആ ഒരു പയ്യൻ എന്നുള്ളതും ഇവരെല്ലാവരും മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് ഒഴിയാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ പെൺകുട്ടിക്ക് ഒഴിയാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. ഈ അമ്മയ്ക്കും എന്താണ് കാരണമെന്നോ ഒന്നും അറിയില്ല. ആ അമ്മ പറയുന്നത്, ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ആ ഒരു ആലോചന വന്നിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോയത്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയായിരിക്കും ഇന്ന് എൻ്റെ മകള് അനുഭവിക്കേണ്ടി വരുന്നത്. ആ പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ അതിയായ ദുഃഖമുണ്ട്. എന്നിരുന്നാലും ആ പയ്യനിൽ നിന്ന് എൻ്റെ മകൾ രക്ഷപ്പെട്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. ഒരു പക്ഷേ മകളുമായിട്ട് ആ പയ്യൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നെങ്കിൽ, വൈകിയാണ് ഞങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ പിന്നീട് തൻ്റെ മകൾക്ക് നല്ലൊരു പ്രപ്പോസൽ വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. വയസ്സും കൂടുതലാണ്, ജാതകത്തിൽ പ്രശ്നങ്ങളും ഉണ്ട്. അക്കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ആ അമ്മ തന്നെ മനസ്സിലാക്കി. ആ അമ്മ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ പ്രശ്നങ്ങളിലും ഭഗവാനെ ഞാൻ ചേർത്ത് പിടിക്കുക മാത്രമാണ് ചെയ്തത്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഭഗവാനെ തള്ളിപ്പറഞ്ഞിട്ടില്ല.
ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയ സമയം മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറയാൻ സാധിക്കാത്ത അത്രയുമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ കുറഞ്ഞത് ഒക്കെയും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടങ്ങൾ വന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നോ ഒന്നും തന്നെ ഒരു വട്ടം പോലും എൻ്റെ മനസ്സിൽ തോന്നിയില്ല എന്നുള്ളത് അമ്മ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില തടസ്സങ്ങൾ നമ്മളെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ളതായിരിക്കും. നമ്മൾ ആ ഒരു തടസ്സത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ഭഗവാൻ നമ്മളെ അതിന് വിടാതെ പിടിച്ചു നിർത്തുന്നത് ആ ഒരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിരിക്കും. ഒരുപാട് പേര് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ച് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരുടെ അനുഭവവും ഞാൻ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എപ്പോഴും നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് തരിക എന്നല്ല ഞാൻ പറയാറ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന തടസ്സങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് തരും. അതും നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്. നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തരും. അതും നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. എപ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനെ കൂട്ടുപിടിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചോളൂ. ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച ഒരു കാര്യമായിരിക്കും ഭഗവാൻ നിങ്ങൾക്കായിട്ട് കരുതി വച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ പക്കൽ എത്തുക തന്നെ ചെയ്യും. ആ ഒരു സമയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് വേണ്ടത്. നടക്കും എന്ന് പ്രതീക്ഷയോടെ വേണം നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.